നമസ്കാരം, ഞങ്ങൾ ഷെഫ് ബ്രദേഴ്സ് ആണ്. എൻ്റെ പേര് ഷെഫ് ബാബു. ഞാൻ ഷെഫ് ബൈജു. ഞങ്ങൾ ഇപ്പോൾ ഈ മാഡം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഒരു സ്പെഷ്യൽ അല്ലേ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആണ്. മറ്റൊന്നും കൊണ്ടല്ല, തിരക്കാണ് നമുക്ക്. അതെ, മറ്റും കൊണ്ടല്ല. ഇതിപ്പോ നമ്മൾ പുതിയൊരു സാധനമാണ് പരീക്ഷിക്കുന്നത്, പുതിയൊരു ഫുഡ് ആണ്. അതിലുപരി ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ അല്ലേ? അതെ അതെ അതെ. ഞാൻ നന്നായിട്ട് എപ്പോഴും എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എൻ്റെ പപ്പടം കാച്ചി എന്ന് പറഞ്ഞൊരു സംഭവം. പപ്പടം കാച്ചി എന്ന് പറഞ്ഞാൽ കിടിലം കാച്ച. ഇത്ര നന്നായിട്ട് പപ്പടം കാച്ചാനായിട്ട് എനിക്ക് തോന്നുന്നു വേറെ ആരും ഇല്ലെന്നാണ് ബാബു. അയ്യോ, അത് ഒരുപാട് അപ്രീസിയേഷൻ, ഒരുപാട് SMS എനിക്ക് ഈ പ്രോഗ്രാം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള, ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു സാധനമാണ് എൻ്റെ സ്പെഷ്യൽ. മുട്ട പുഴുങ്ങിയതാണ് എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് സാധനം. അത് ഭയങ്കര നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. മുട്ടയുടെ തൊണ്ടൊക്കെ പൊട്ടാതെയുള്ള പുഴുങ്ങല്. അതായത് നമ്മൾ ഭയങ്കര കഴിവുള്ള ആളുകളാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ അടുത്ത് ചെയ്താണ് ടാറുണ്ട വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ഐറ്റം ഉണ്ട്. കാരണം നമുക്ക് ഈ ടാറുണ്ട വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന ഒരു, മാത്രമല്ല ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പട്ടി വല്ലതും ഫ്രണ്ടിൽ വരുമ്പോൾ പട്ടിക്കിട്ട് എറിയാൻ ചെയ്താൽ പട്ടിക്ക് ഒരു കുളിരും പട്ടി കുരക്കണമ്പോൾ നമുക്കൊരു തണുപ്പൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്നുണ്ടാക്കാൻ പോകുന്നത് കിച്ചൺ മാജിക് ഫ്രൈ ആണ്. അതെ, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ മാജിക് ആയിട്ടുള്ള ഒരു കിച്ചൺ മാജിക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഞങ്ങൾ എന്ത് ഉണ്ടാക്കിയാലും പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ കിച്ചൺ മാജിക് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ നമുക്ക് പറയാം. ആദ്യമായിട്ട് വേണ്ടത്, എന്ത് കുറ്റം പറഞ്ഞാലും ചങ്കൂറ്റത്തോടെ സഹിക്കാനും കേൾക്കാനും കഴിവുള്ള 13 കണ്ടസ്റ്റൻസ് ആണ്. ഈ 13 കണ്ടസ്റ്റന്റ് ഒരാൾ ഡോക്ടർ അയക്കുന്ന വളരെ ഉത്തമമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതേ കൊണ്ട് നമുക്ക് അല്ലെ ജീവഹാനി ഉണ്ടാകാതെ നോക്കാൻ പറ്റും. അതെ, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇവർ കഴിക്കുന്ന എന്തും കഴിക്കാൻ തയ്യാറായിട്ടുള്ള 3 ജഡ്ജസ് ആണ് വേണ്ടത്. അതല്ലെങ്കിൽ ലാബിൽ നമ്മൾ നോക്കുന്ന വെള്ളലികളായാലും മതി. ഈ വെള്ളലികളാവുമ്പോൾ നമുക്ക് എന്ത് പരീക്ഷണം നടത്താമല്ലോ, ചത്തുപോയാലും ആരും ചോദിക്കാതിരിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ജഡ്ജസിനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, പിന്നെ വേറെ വേണം, വീണ്ടും വേണം നമ്മുടെ ചേരുവക എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ചേരുവക എന്ന് പറഞ്ഞെങ്കിൽ ലക്ഷ്മി നാരങ്ങ കളർ സാരിയോട് കൂടിയത് 2 എണ്ണം. പിന്നെ ലക്ഷ്മി നാരങ്ങ കണ്ണട വെച്ചതൊരെണ്ണം എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ അതുകൂടാണ്ട് ഈ ലക്ഷ്മി നാരങ്ങ ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് കറങ്ങിയ ലക്ഷ്മി നാരങ്ങ ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അത് വേണമെങ്കിൽ ടൈറ്റ് ജീൻസും ടീഷർട്ടും അന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, ഭയങ്കര കളർഫുള്ളും ആയിരിക്കും. ആദ്യം വേണ്ടത് ലക്ഷ്മി നാരങ്ങ 3 വിധത്തിലുള്ളതാണ്. പിന്നെ വേണ്ടത് എന്ന് പറഞ്ഞാല് കൃഷ്ണ തുളസി. അതായത് തുളസി കൈകെട്ടി മിണ്ടാതെ നിൽക്കുന്ന 2 എണ്ണം ആയിക്കോട്ടെ. മിണ്ടാതെ നിൽക്കുന്ന 2 എണ്ണം. പിന്നെ ചുമ്മാ തലയാട്ടുന്നത് 1 എണ്ണം. വേണമെങ്കിൽ താടി വെച്ചത് ഒരെണ്ണം ഇരിക്കട്ടെ. ബുൾഗാൻ താടി വെച്ചത് 2 എണ്ണം ഇരുന്നോട്ടെ. ഓക്കെ, അപ്പൊ കൃഷ്ണ തുളസിയായി, ലക്ഷ്മി നാരങ്ങയായി. ഇനി വേണ്ടത് മാസ്റ്റർ ഷെഫ് 1 എണ്ണം മതി. ഒരാവശ്യത്തിന്, ഒരു അഴകിന് വേണ്ടി മാത്രം, വെറുതെ 1 എണ്ണം. അത് നമ്മുടെ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന ആളായാലും സന്തോഷം. ഓക്കെ, പക്ഷേ ക്ലീൻ ഷേവ് ആയിരിക്കണം. എന്ന് പറയുമ്പോ തൊപ്പി വേണമെങ്കിൽ ഷെഫിനെ നമുക്ക് വേണമെങ്കിൽ വിനാഗിരിയിലിട്ട് ഒരു വികാരമില്ലാത്തൊരു മുഖം പോലെ ആക്കി എടുക്കാം. അത് വേണോ? കിടക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല്, നമ്മൾ ആദ്യം എടുത്തിട്ട് നമ്മുടെ കൈരളി ചട്ടി നമ്മൾ ഇതിലേക്ക് വെച്ചിരിക്കുകയാണ്. കൈരളി ചട്ടി അടുപ്പത്ത് വെക്കുമ്പോ അതൊന്ന് ചൂടാക്കുമ്പോൾ ഒരു അശരീരി, ഒരു ശബ്ദം കേൾക്കാം. അതെ, ഇത് ചൂടാകാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം കേൾക്കാം. ഇതാണ് ആ ശബ്ദം. ഇത് പ്രൊഡ്യൂസറാണ്. റേറ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ ചട്ടി ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ ചൂടായിരിക്കും. ചട്ടി മാത്രമല്ല, കംപ്ലീറ്റ് ക്രൂവും ചൂടാവും. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് മത്സരാർത്ഥികളെ 2ആയിട്ട് കീറി ചട്ടിയിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പം വേഗം വേണ്ടി കീറി തേച്ച് ഒരു പരിവമാക്കി വേണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അവര് എന്ത് കുറ്റം പറഞ്ഞാലും ഒന്നും പറയാത്ത മത്സരാർത്ഥികളാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പരസ്യം ഇട്ട് ഇളക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തീർച്ചയായിട്ടും അടിക്ക് പിടിച്ചാൽ പിന്നെ ഈ ചട്ടിയും പോകും, എല്ലാം പോകും. അതുകൊണ്ട് പരസ്യം ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ചില മത്സരാർത്ഥികൾ നമ്മളെ മൂപ്പിക്കുന്നതായിട്ട് കാണാം. ഇങ്ങോട്ട് മൂപ്പിക്കുന്ന മത്സരാർത്ഥികളെ, നമുക്ക് ആവശ്യമില്ലാത്ത മത്സരാർത്ഥികളെ നമ്മൾ കളയുന്നതിന് വേണ്ടിയിട്ട് എലിമിനേഷൻ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. എലിമിനേഷൻ എണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒപ്പം ആദ്യം തന്നെ മുഴുവൻ എണ്ണ ഒഴിക്കരുത്. കുറേശ്ശെ എണ്ണ ഒഴിച്ച് അവരെ വിഷമിപ്പിച്ച് പുറത്തേക്ക് ചാടിക്കുക. അങ്ങനെ നമ്മളെ മൂപ്പിക്കുന്ന
മത്സരാർത്ഥികൾ പുറത്ത് ചാടിക്കഴിയുമ്പോൾ ചട്ടിയുടെ പുറം ഭാഗം ചില ബാഷ്പകണങ്ങൾ ഊറി വരുന്നതായിട്ട് കാണാം. പേടിക്കണ്ട, അത് അവരുടെ കണ്ണീരാണ്. അതെ, അതങ്ങനെ പൊക്കോട്ടെ, അത് മൈൻഡ് ചെയ്യും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് വേണ്ടത് ഇതിന്റെ റേറ്റിംഗ് ആണ്. അതെ, അതുകൊണ്ട് നമ്മൾ വീണ്ടും പാചകത്തിലേക്ക് കടക്കുന്നു. അതെ, അപ്പോൾ ഇങ്ങനെ പല പല സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ ഇരിക്കണം. എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ ലക്ഷ്മി നാരങ്ങ ഇട്ട് കഴിഞ്ഞു, കൃഷ്ണ തുളസി ഇട്ട് കഴിഞ്ഞു, മത്സരാർത്ഥികളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി നമുക്ക് കുറച്ച് മസാല ചേർക്കണ്ടേ? അതെ, ഒരു മസാല ചേർക്കുന്നതിന് വേണ്ടി എന്തായാലും ഏത് വിഭവത്തിനും ഒരു മസാല ചേർക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്പം നല്ല രസമൊക്കെ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് മസാല ചേർക്കുന്നത് നല്ലതായിരിക്കും. ആ മസാലയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്നത് സെലിബ്രേറ്റീവ് മസാലകൾ. അതാകുമ്പോൾ നല്ല എന്താ, ഇപ്പൊ അങ്ങനെ ഉദാഹരണത്തിനായിട്ട് നമുക്ക് നമ്മുടെ സോന നായർ ചേർത്ത് കഴിഞ്ഞാൽ സോന നായർ മസാല നല്ല മസാലയായിരിക്കും. അപ്പൊ കുറച്ച് നല്ല സോഫ്റ്റ് കിട്ടും. അതെ, നല്ല അഴകുഴമ്പായിരിക്കും. പിന്നെ ശ്രദ്ധിക്കണം, നമ്മൾ റിമി ടോമി മസാല ചേർക്കാതിരിക്കുന്നത് നല്ലത്. സൂക്ഷിക്കണം, അതായത് ചാടി പുറത്തു പോകാൻ സാധ്യത. ഫ്രെയിമും തല്ലി പൊളിച്ച് ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യത. ഒന്നല്ലെങ്കിൽ കടുക് വറുക്കുക, അല്ലെങ്കിൽ റിമി ടോമി ഇടുക. കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ ഏകദേശം ഞങ്ങൾ ഉണ്ടാക്കിയ അല്ലേ കിച്ചൺ മാജിക് ഫ്രൈ നമ്മൾ എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് മാർക്കാണ്. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ വിധിയാണ് അറിയേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ പ്രശസ്തരായിട്ടുള്ള ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ജഡ്ജസ് ഇവിടെ ഉണ്ട്. അവരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തായാലും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നും. അതെ, കാരണം അത്രയും ഞങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഷസ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ അവസ്ഥയിൽ. അപ്പൊ എന്തായാലും നമുക്ക് അവരെ വിളിക്കാം അല്ലേ? വിളിക്കാം. നമസ്കാരം. കിച്ചൺ മാജിക് ഫ്രൈ. കിച്ചൺ മാജിക് ഫ്രൈ 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാ ചേരുവകളൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലേ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാറേ. ഓക്കെ, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഹാൻഡ് ഓവർ ചെയ്തോളാം. ഓക്കെ. നന്നായിട്ടുണ്ടല്ലേ മാഡം? തിരുപ്പുളിയില്ല, ഉപ്പില്ല, എരിവില്ല, മധുരം തീരെ ഇല്ല, കവർപ്പില്ല. ഇതിന് ഞാൻ കഴിക്കില്ല, മാർക്ക് തരില്ല, നിങ്ങളെ ഇതിനകത്ത് ഔട്ടാക്കും. ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ 1 മണിക്കൂർ സമയം തന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഇത് പട്ടി കഴിക്കുമോടോ? പട്ടിക്ക് കൊടുത്താൽ പട്ടി തിരിച്ചു കഴിക്കും. 1 മണിക്കൂർ സമയം തന്നിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതാണോ? ഇത് എന്ത് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നുണ്ടല്ലോ ആവശ്യത്തിന്, പിന്നെ ഇങ്ങോട്ട് ഇടയ്ക്ക് കയറി ഗുണഗുണമെന്ന് സംസാരിക്കുന്നത് എന്തെന്ന്? ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പറയാം. അല്ല, എന്തെങ്കിലും പറഞ്ഞില്ലേ ആൾക്കാർ വിചാരിക്കും എനിക്ക് സംസാരശേഷി ഇല്ലാത്തായിരിക്കും. എന്നാ പണ നോക്കിയിട്ട് പറയാം. നോക്ക. അത്യാവശ്യമൊക്കെ ഉള്ളിയല്ല, കൊള്ളത്തില്ല, ഉപ്പുമില്ല, പുളിയില്ല, ഒന്നുമില്ല. സാറേ, അത് തന്നെയല്ലേ മാഡം പറഞ്ഞത്? അത് തന്നെയാണല്ലോ മാഡം പറയുന്നേ ഞാൻ പറയാവുള്ളൂ, വേറൊന്നും കൈന്നിട്ട് പറയാൻ പറ്റില്ല. അല്ലേ? ഇതെന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു. ഇതൊക്കെയാണോ എനിക്ക് പറയാൻ നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇത്രയും സമയം തന്നിട്ട്? മാഡം എന്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ? സ്വാധീനിക്കാനാണേ പറ്റില്ല. അതല്ല മാഡം, എനിക്ക് സത്യം കണ്ടാ തുറന്നു പറയണതാണ്. എന്താ സത്യം? മാഡം ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ ഈ ചുരിദാർ നല്ല ചേർച്ച സിനിമാടി പുറയില്. ഏത് സിനിമാടിയും മലയാളത്തില മാഡത്തിന്റെ പുറയിൽ നിൽക്കും, മാഡം മുമ്പിലും. സത്യം, എന്ത് ഭംഗിയത്! ഇത് എവിടെ നിന്നെടുത്താ?
ഇത് സെലസ്റ്റിയൽ ഗാർമെന്റ്സ്. നിങ്ങള് ഉണ്ടാക്കിയതിലേ പുളി ശരി, പുളി കുഴപ്പമില്ല. പുളി കുഴപ്പമില്ല. പിന്നെ മാഡം, എന്തോ മാഡത്തിന് ഇവിടുന്ന് ഈ മാലയ്ക്ക് ഇത്ര സെലക്ഷൻ മാഡത്തിന് മാത്രം കിട്ടുള്ളത്? ഇവിടുന്ന് ഇത്ര സെലക്ഷൻ കിട്ടുന്നത് നാഗാലാൻഡ് തെരുവീതികളിൽ നടക്കുമ്പം കിട്ടിയതാ. സൂപ്പർ കേട്ടോ മാഡം. ഒരു രക്ഷയില്ല കേട്ടോ മാഡം. ആര് പറഞ്ഞ എരിവില്ലെന്ന്? ആരാ പറയുന്ന ഈ എരിവില്ലെന്ന്? മാഡം, എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്താണ്? ഈ സ്പെക്സ് ഉണ്ടല്ലോ, ഈ സ്പെക്സ് ആ. ഇത് വെക്കുമ്പോ മാഡത്തിന്റെ ഒരു 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 ലുക്ക് ഉണ്ടല്ലോ, ഇത് മാഡത്തിന് മാത്രമേ ഇത് അമേരിക്കൻ വല്ലതും വരുത്തിയാണ്. ഇത് മാഡത്തിന് മാത്രം ചേരുള്ളൂ ശരിക്കും പറഞ്ഞാ. ശ്ശേ. ആ. നല്ല എരു, നല്ല പുളി. ഇതെങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നു? ഹൗ ഭയങ്കര ഡെലിഷ്യസ് ആയി. നേരത്തെ തോന്നാൻ എന്താ? ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. എങ്ങനുണ്ട്? ആദ്യത്തെ പോലെയല്ല, ഭയങ്കര ഇതായത്. അയ്യോ, എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നു ഇതിന്റെ ഒരു ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുണ്ടാക്കിയത്. രണ്ടുപേര് കൂടി ഉണ്ടാക്കിയതെന്ന് ആരും പറയല്ലോ. ഒറ്റക്കെട്ടൊക്കെ ഉണ്ടാക്കിയതാന്നേ പറയത്തോ. വളരെ നന്നായിരിക്കും. മാഡം, ഒരു മണിക്കൂർ കൊണ്ടാണ് ഇത്രയും. ഒരു മണിക്കൂർ കൊണ്ട് ഇതുപോലത്തെ എങ്ങനെ ഉണ്ടാക്കി? എത്ര കല്യാണത്തിന് ഞങ്ങൾ പോയി ആഹാരം കഴിച്ചിരിക്കുന്നു, ഒരിടത്തും ഇത്രയും നല്ലൊരു ഫുഡ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കഴിച്ചിട്ടില്ല. അറിയോ, പലരും ഇതേപോലെ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഞങ്ങൾ ഒരിടത്തും പോയി കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്തോരം കഴിച്ചാലും നമുക്ക് അങ്ങോട്ട് കൃഷ് തലയിരിക്കുമ്പോ ബാലാടരുത്. കൃഷ് അല്ല, എന്നെയും പ്രൊഡ്യൂസർ തന്നെയാ വിളിച്ചതേ, അല്ലെങ്കിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കും. അതാ കൃഷ്. ഓ, ഇതൊക്കെ തിന്ന് മുന്നോട്ടുള്ള ജീവിതം സുഖമായി പോയാ പോരെ. പിന്നെ ആവശ്യമില്ലാത്ത സംസാരിച്ചിട്ട് ഇതിന് ഔട്ടാകണോ? നമ്മളില്ലേ സമ്മാനം എന്തോ മാർക്ക് സമ്മാനം. എന്നെ അങ്ങോട്ട് സുഖിപ്പിച്ച് ചുരിദാർ കൊള്ളാം, കണ്ണാടി കൊള്ളാം, മാല കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പുകഴ്ത്തി സമ്മാനം തന്ന് ഒന്നാം സ്ഥാനക്കാരനായിട്ട് അങ്ങ് വിടും എന്നൊരു മനോഭാവം. അതങ്ങ് വിടണം നിങ്ങൾ. ഇങ്ങനാണോ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത്? വായി വെച്ച് തിന്നാൻ കൊള്ളുപോയി ഫുഡ്? ഇങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കുന്നത്? ക്രഷ് ടേസ്റ്റ് ചെയ്ത് നോക്ക്, കൊള്ളാവോന്ന്. കക്കൂസ് ഒത്തിരി അകലെയാ. തരവില്ല. എങ്ങനെ ഉണ്ടിട്ട് കഴിക്കാൻ പറ്റൂല. മുമ്പേ പരാജയ. ഇങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്നത്. ക്യാമറ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തേ. ക്യാമറ ഓഫ് ചെയ്തേ. കൊള്ളിയല്ലോ. അല്ലല്ലേ, ക്യാമറ മൊബൈൽ ക്യാമറയും ഓഫ് ചെയ്യും. അത് ശരി, അല്ല ഓഫ് ഓഫ് ചെയ്തല്ലോ. ക്രാഷ് പ്ലീസ്. കുറച്ചുകൂടെ ഉണ്ടാക്കായിരുന്നു. ഉണ്ടാക്കുമ്പോ ലോഡ് ഉണ്ടാക്കണ്ട. എന്നാലും ലൈറ്റ് വന്നു. ക്യാമറ ഓണായോ? ക്യാമറ ഓണായി. ഇതെന്താ ഇത്? വായി വെച്ച് കൂട്ടാൻ പറ്റുന്ന സാധനമാണ് ഇത്. ക്രഷ് ഇത് കഴിക്കാൻ പറ്റൂല. ക്രഷ് പറ്റിയില്ല. ഇത് കട്ട് ചെയ്തരുത്. വേണ്ട, ഇത് നമുക്ക് സംരക്ഷണം ചെയ്യണ്ട. ഇത് പറ്റത്തില്ല കേട്ടോ. വാ ക്രഷ്. പറ്റില്ലാത്ത സാധന. ക്രഷ് വരൂ. കൊള്ളിയല്ലേ ഇത്? ചത. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല. എന്താണിത്? നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അത് ഉള്ള കൊണ്ട കുറ്റവും മുഴുവൻ പറഞ്ഞു. ക്യാമറ ഓഫ് ചെയ്ത് രണ്ടുപേരും മത്സരിച്ചാ കഴിച്ചത്. എന്തിട്ട് വല്ലതും ഉണ്ട്? എന്നിട്ട് സമ്മാനവും തന്നില്ല. എനിക്ക് കാണുന്നില്ല, ചങ്ക് വേദന ഉണ്ടോ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട്. എനിക്കും ആ ചങ്ക് തന്നെയല്ലേ, എനിക്കും വേദന എടുക്കൂലേ? വിഷമം. ഒന്നാമത്തെ ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്ത് സന്തോഷിക്കാനായിട്ട്? പിന്നുള്ളത് എന്ത് ചെയ്ത്?